പേളി മാനിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാല് എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ബിഗ് ബോസിന്റെ വീട്ടിൽ പുറത്ത് എനിക്ക് കുറച്ച് നന്നായിട്ട് അറിയാവുന്ന കുട്ടിയായിരുന്നു ബാക്കിയുള്ളവരിൽ വെച്ചും. പക്ഷെ എനിക്ക് പുറത്തറിയാവുന്ന കുട്ടിയെ ഞാൻ വീട്ടിൽ കണ്ടില്ല. കരകയറാൻ സമ്മതിക്കൂലല്ലേ? ഒരു കാര്യം പറയാ, ഇനി അധികം പരസ്യപ്പെടുത്തണ്ട കേട്ടോ. നമ്മൾ ഈ ഡീഫ് ഡാൻസിലൊക്കെ ഭയങ്കര ചിരിച്ച് കളിച്ച് എല്ലാവരും എൻകറേജ് ചെയ്ത് എൻറ്റർടൈൻ ചെയ്ത് നടക്കുന്ന ഒരു കുട്ടി. പക്ഷെ വീട്ടിൽ വന്നപ്പം പേളിനെ കാണുമ്പോൾ ഫുൾ ടൈം കരച്ചില്, മമ്മി എന്നൊക്കെ പറഞ്ഞ ആദ്യത്തെ കുറച്ച് ആൾ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. പഠിച്ച കള്ളിയാ, നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. അപ്പം ഇത്രയും ഇമോഷണലി വീക്കായ ഒരു കുട്ടിയാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. പോയിട്ട് കാര്യമില്ല എന്ന് എന്റെ മനസ്സെന്നോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ പോയി. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പം ആരു ശ്രീനീഷ ആയിട്ടുള്ള ഒരു അഫെയർ എന്ന് പറഞ്ഞൊരു സാധനം അതിൽ അലേട്ടനെ മുന്നിൽ പറഞ്ഞപ്പോഴാണ് കല്യാണം കഴിക്കണമെന്ന് വളർന്നത്. അത് എനിക്ക് കുറച്ച് കോമഡി ആയി തോന്നി. അങ്ങനത്തെ എനിക്ക് നല്ല ഇഷ്ടാ, ആ ഒരു വീട്ടിലെ പ്രണയിക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ, ഇറ്റ്സ് നോട്ട് ഈസി. നീ ഇവിടെ പോത്ത് പോലെ ഉറങ്ങിക്കോ. കണ്ണ് തെറ്റി ഇയാളെ ചെയ്തു വെക്കുന്ന വൃത്തികേടുകൾ കണ്ടില്ലേ? പക്ഷെ അങ്ങനത്തെ ഒരു വലിയ തീരുമാനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എടുക്കണം. സോ ഐ ഫൗണ്ട് ദാറ്റ് വെരി ഇമ്മച്യൂർ. ചെറുക്കനെ മിഡ് നൈറ്റിലാ സെറ്റപ്പ് ആയത്. നാളെ ഏർലി മോർണിംഗിൽ വെഡിങ് നടത്തണം. എല്ലാം ഷടപടേന്നായിരുന്നു. ഇമ്മച്യൂരിറ്റി എന്ന് എനിക്ക് തോന്നി. പിന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല പേളി എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ക്യാരക്ടർ പെട്ടെന്ന് സ്വിച്ച് ചെയ്യും. ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്, എനിക്കത് ക്ഷീണ. അത് അവളുടെ സ്വഭാവമാണെന്ന് തോന്നുന്നു. അവൾ തന്നെ പറഞ്ഞല്ലോ അവൾക്ക് കുറെ മുഖങ്ങളുണ്ട് എന്ന്. എനിക്കൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് ഞാൻ പുറത്ത് കണ്ട ആളല്ല അകത്ത് കണ്ടത്. സോ അതിന്റേതായ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ അത്യാവശ്യം ചീത്തപ്പേരുണ്ട്. അതെനിക്കറിയാം. അറിയാലോ. പിന്നെ നീ ആയിട്ട് അതിന് മൈലേജ് കൂട്ടണ്ട. സോ ഐ ഡോണ്ട് നോ ഹു ഷീ ഈസ്. എനിക്ക് ആ വീട്ടിനകത്ത് കാണുന്ന പേളിമാനിയെ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ പുറത്തുള്ള ആളായിട്ട് ഐ ഹാവ് നോ പ്രോബ്ലം. ആരെങ്കിലും അറിഞ്ഞ കുഴപ്പമുണ്ടാക്കരുത്. പേളിമാനുടെ ക്യാരക്ടർ പെട്ടെന്ന് സ്വിച്ച് ആകും, അവൾക്ക് ഒരുപാട് മുഖങ്ങളുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ അന്ന് ഈ പറയുന്ന രഞ്ജന ഹരിദാസ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. പുള്ളിക്കാരി കുറച്ചു കാലം എയറിലായിരുന്നു അന്ന്. പക്ഷെ ഇപ്പൊ നോക്കുന്ന സമയത്ത് നേരെ തിരിച്ചായി കാര്യങ്ങൾ. ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. അന്ന് രഞ്ജിനി പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നു എന്നുള്ള രീതിയിലായി ഇപ്പൊ ആളുകളുടെ സംസാരം. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇവനാള് പരമനാറിയാണെന്ന്. അന്ന് എല്ലാവരും കൂടെ എന്നെ കുറിച്ച് കിട്ടി. അന്ന് രഞ്ജിനി ഫേക്ക് ആണെന്നും പേളിയാണ് ജെന്യൂൻ എന്നും പറഞ്ഞ ആളുകൾ ഇപ്പൊ തിരുത്തി പറയാൻ തുടങ്ങി. അഴുക്കപ്പെണ്ണ്, അഴുക്കെന്ന് പറഞ്ഞാൽ വെറും അഴുക്ക. പേളി ഫേക്ക് ആണെന്നും രഞ്ജിനി ജെന്യൂൻ ആണെന്നും പറയാൻ തുടങ്ങി. എത്ര പെട്ടെന്നാണല്ലേ കാര്യങ്ങൾ മാറി മറിഞ്ഞത്. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ. ഇപ്പൊ ഡൽഹിയിൽ നടന്ന പ്രൊട്ടസ്റ്റിൽ രഞ്ജിനി ഹരിദാസ് പങ്കെടുക്കാൻ പോയി. അവിടുത്തെ കുട്ടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് രഞ്ജിനിയെ എല്ലാവരും ജയ് വിളിക്കാൻ തുടങ്ങി. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. രഞ്ജിനിക്ക് ഫോളോവേഴ്സ് കുത്തനെ കയറി. പേളിയാണെങ്കിലോ ഡൽഹിയിൽ സമരം ചെയ്യുന്ന കുട്ടികളോട് വീട്ടിൽ പോയി കുത്തിരിക്കാൻ പറഞ്ഞു. അത് കാരണം പേളി എയറിലാവുകയും ചെയ്തു. ഒന്നും ചെയ്യാതെ വെറുതെ ഒരു മൂലയ്ക്ക് ഇരുന്നാ മതി, അടി അവിടെ ചോദിച്ചു വാങ്ങും. ഇപ്പൊ അത് അതിന് ശേഷിടുന്ന വീഡിയോക്ക് പേളിക്ക് മര്യാദയ്ക്ക് വ്യൂ പോലും കിട്ടുന്നില്ല. ഒരു അവസ്ഥ നോക്കണേ. ഓരോ ദുരന്തം കഴിയുമ്പോഴും വിചാരിക്കും ഇതോടുകൂടി തീരുന്നു. ഇതിനൊരു അവസാനമില്ലല്ലോ ബോസ്. ദൈവം കാക്കട്ടെ.